അങ്ങനെ നമ്മൾ ഫിഷ് ഗ്രില്ലിനുള്ള മസാല ഒരു പ്രത്യേക മസാല കൂട്ട് റെഡിയാക്കിയാണ് നമ്മുടെ നാടൻ ഐറ്റംസ് എല്ലാം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, അതിനുശേഷം പിന്നെ കുറച്ച് ഫിഷ് മസാല ആഡ് ചെയ്യുക. പിന്നീട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നല്ല പുളിവെള്ളം ഒഴിക്കുക. അച്ഛനിപ്പം മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അച്ഛൻ്റെ സ്പെഷ്യൽ മസാല തേക്കാൻ പോവുകയാണ്. ഇച്ചിരി എരിവുള്ള മസാലയാണെന്നാണ് കണ്ടിട്ടുമുണ്ട്. അച്ഛനിപ്പോൾ ഇതിങ്ങനെ തേച്ചോണ്ടിരിക്കുകയാണ്. മസാലയ്ക്കകത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാനും തേച്ചോട്ടെ. മുള്ളൊന്നുമില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാനിവിടെ ഇങ്ങനെ തേക്കുകയാണ്. എന്താണ് ഒരു സംഭവം അറിയാത്തത്? ഞാനിങ്ങനെ മസാലയൊക്കെയാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ മസാലയൊക്കെ തേച്ച് അവനെ സെറ്റപ്പ് ആക്കിയാണ്. അവനങ്ങോട്ട് മസാല പിടിച്ച് അങ്ങോട്ട് ഇരിക്കണം. കുറച്ച് ഒരു അരമണിക്കൂർ അങ്ങോട്ട് ഇരുന്നാൽ മസാലയൊക്കെ പിടിച്ച് സെറ്റപ്പ് ആവും. ഉപ്പും പുളിയൊക്കെ അങ്ങോട്ട് മീനിലോട്ട് ഇറങ്ങി പിടിച്ച് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും. മുളകൊക്കെ അങ്ങോട്ട് മസാലയൊക്കെ പുരട്ടി ഞാൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി അവനെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വയ്ക്കാം. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ശേരി എടുക്കാം. നമ്മൾ ആൾറെഡി ഒരു സീബ്രീം മേടിക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ നമുക്കിന്ന് സീബ്രീം കിട്ടിയില്ല. റെഡ് സ്നേപ്പർ അല്ലെങ്കിൽ റെഡ് സ്നേപ്പർ ബാർബിക്യൂ അടിക്കാൻ സൂപ്പർ, പക്ഷേ റെഡ് സ്നേപ്പർ അവൈലബിൾ അല്ല, ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ശേരിയും കൂടെ അങ്ങോട്ട് മസാല തേച്ച് ഇവനെ കൂടെ അങ്ങോട്ട് സെറ്റപ്പ് ആക്കാം. ഇതിനും വറുത്ത് വരുമ്പോഴത്തേക്കും നല്ല മണം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഈ അകത്തോട്ടൊക്കെ നമ്മൾ മസാലയൊക്കെ പിടിച്ച് അങ്ങോട്ട് മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കണം. ഇതങ്ങോട്ട് മസാല നല്ല മുള്ളുണ്ട്. ഇതിൽ മസാല പിടിക്കാൻ ഇച്ചിരി പാടാണ് ഈ ശേരിക്കകത്ത്. എന്നാലും നമ്മൾ മാക്സിമം മസാലയൊക്കെ തേച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അച്ഛൻ എന്നാലും ഇതിന് മസാലയൊക്കെ പിടിച്ച് എന്നാലും ഇത്ര മുള്ള ഉള്ളപ്പോഴും അച്ഛൻ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ തേക്കുന്നത്? അത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ളയാ. അതൊരു ഇതിനങ്ങ് തേച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മസാല പുരട്ടെല്ലാം ഒരുവിധം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇവനെ കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവൻ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പിലേക്ക് തീയൊക്കെ കൊളുത്തി പതുക്കെ നമ്മുടെ ചാർക്കോളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവനെ അടുപ്പിലേക്ക് എടുക്കാം. അതുവരെ അവൻ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, ഇവനെ മസാലയെല്ലാം പുരട്ടി ഇവൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മസാലയിലൊക്കെ കുളിച്ചങ്ങനെ ഇരിക്കുക. ഇവനങ്ങനെ ഇരിക്കട്ടെ. ഇവനെ നമ്മൾ കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇതാവാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. ചാർക്കോൾ അങ്ങനെ എടുത്തിടുകയാണ്. എല്ലാം ഇനി കൂട്ടിയിടും. അഴുക്ക് നമ്മൾ താഴെ വീടായിരിക്കാനേ ഇവിടെ എല്ലാം അവർ വൃത്തിയാക്കി ഇട്ടേക്കുക. നമ്മളായിട്ട് അവിടെ വീണ്ടും കച്ചടയാക്കുന്ന ശരിയല്ല. ഇതാണ് ഇഡലി ചാർക്കോൾ എന്ന് പറയുന്നത്. ഇഡലി ഉണ്ടാക്കിയപ്പോൾ കരിഞ്ഞു പോയ ചാർക്കോൾ, അങ്ങനെ ചാർക്കോളാക്കിയത്. ഇത് വെച്ച് ആരും ഇനി ഇഡലി എടുത്തിട്ട് ചാർക്കോൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ ചുമ്മാ ഇതിന് പറഞ്ഞ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. തീ കത്തിച്ചിരിക്കുകയാണ്. നമ്മൾ കർപ്പൂരം തീയൊക്കെ ഒന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കർപ്പൂരത്തിൻ്റെ സഹായത്തോടെ നമ്മൾ തീ കത്തിക്കുക. ഒന്ന് ശ്രദ്ധിച്ചു വേണം വെച്ചാ തീയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മളങ്ങനെ തീ കത്തിച്ചേക്കാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് മീൻ അടക്കി ഒന്ന് വെച്ച് ഇതാകുക. കനലൊക്കെ ഒരു ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. കനലൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക് മീൻ അങ്ങോട്ട് സെറ്റാക്കാൻ. ഒലുവയിൽ നമുക്കിടയ്ക്ക് മീനിലിങ്ങനെ തൂത്ത് കൊടുക്കാൻ. നമ്മൾ ആദ്യമായിട്ട് ഏതാണ് വെക്കേണ്ടത്? നമ്മൾ സീബാസ് അങ്ങോട്ട് വയ്ക്കാം. സീബാസ്
ഐറ്റംസും അങ്ങനെ റെഡിയാകും. എണ്ണയൊക്കെ തൂത്ത് കൊടുക്കട്ടെ. ഞാൻ എണ്ണയിച്ചോട്ടെ, അടുത്തേക്ക് ഞാൻ എണ്ണയിക്കും. ഒരു വണ്ടി ബാർബിക്ക് വിട്ടാലോ നമുക്ക്? ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ ഫിഷ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിനെ തിരിച്ചിടണം. അങ്ങോട്ട് പോയി. പാത്രത്തിലേക്ക് ആക്കിയാണ്.